മഹാകുംഭമേളയിൽ ത്രിവേണി സംഗമത്തിന് സമീപത്തെ ബാരിക്കേഡ് തകർന്നുണ്ടായ അപകടത്തിൽ 10 പേർ മരിച്ചെന്ന റിപ്പോർട്ട്. തിക്കിലും തിരക്കിലും പെട്ടാണ് മരണം സംഭവിച്ചത്. രാവിലെ 8:30 വരെ 3 കോടി പേർ സ്നാനം ചെയ്തുവെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. ബാലഗോപാൽ വിവരങ്ങളുമായിട്ട്. ബാലഗോപാൽ, അമൃത സ്നാനം പുനരാരംഭിച്ചിട്ടുണ്ട്. ആദ്യം ഈ അപകടം മൂലം നിർത്തിവെച്ചിരുന്നു എന്നാണ് വിവരം. ഈ അപകടത്തിൽ കൃത്യമായി എത്ര പേർക്ക് പരിക്ക്, എത്ര മരണം സംഭവിച്ചു എന്ന വിവരങ്ങളൊക്കെ ഔദ്യോഗികമായി സർക്കാർ പുറത്തുവിടുന്നുണ്ടോ? നിലവിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണോ? ദിവിഷ്, ഈ സർക്കാർ ഈ മരണം സംബന്ധിച്ചുള്ള ഔദ്യോഗിക കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ എക്സിൽ ഈ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളോട് അഗാധമായ ദുഃഖം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട്, അതായത് മരണം നടന്നുവെന്ന് പ്രധാനമന്ത്രി തന്നെ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. ഉത്തർപ്രദേശ് സർക്കാർ ഇതുവരെയും ഈ മരിച്ചവരുടെ സംഖ്യ സംബന്ധിച്ചുള്ള എണ്ണം സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ പ്രാദേശിക മാധ്യമങ്ങളൊക്കെ 17 പേർ ഈ അപകടത്തിൽ മരിച്ചു എന്ന കാര്യമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ, അതായത് മരണം ഈ സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു, മരിച്ചവരുടെ കുടുംബാംഗങ്ങളോടുള്ള തൻ്റെ അനുശോചനം അറിയിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഈ കുറിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാവിലെ പുലർച്ചെ 1-നും 2-നും ഇടയിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചത്. നാഗ സന്യാസിമാർ കുളിക്കാൻ ഈ സ്നാനത്തിനായി വരുന്നു എന്ന ഒരു കാര്യം അഭ്യൂഹം പ്രചരിച്ചതിനെ തുടർന്ന് ചിലർ ബാരിക്കേഡ് ചാടിക്കടന്ന് ഈ ത്രിവേണി സംഗമത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു. ഇതേ തുടർന്നാണ് ബാരിക്കേഡ് മറിയുകയും ഈ അപകടം ഉണ്ടാകുകയും ചെയ്തത്. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്കാണ് ഇതിൽ പരിക്കേറ്റിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മരിച്ചവരുടെ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ സർക്കാർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഈ തുടർന്ന് ഏതാണ്ട് കുറേ സമയം ഈ അമൃതസ്നാനം നിർത്തിവെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ അമൃതസ്നാനം പുനരാരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗം ഏർപ്പെടുത്തിക്കൊണ്ട് നാഗ സന്യാസിമാരെ ഈ ത്രിവേണി സംഗമത്തിലേക്ക് സ്നാനത്തിനായി കൊണ്ടുപോകുന്നതിനുള്ള നടപടികളും ഉത്തർപ്രദേശ് പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിലവിൽ 8 മുതൽ 10 കോടി ജനങ്ങൾ വരെ ഉണ്ട് എന്നാണ് രാവിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത്. രാവിലെ 8:30 മുമ്പായി തന്നെ 3.5 കോടി പേർ സ്നാനം ചെയ്തു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഏതായാലും ഉച്ചയോടുകൂടി 5 കോടിയിൽ പരം ജനങ്ങൾ ഈ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുമെന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് മുഴുവനായി, അതായത് വൈകിട്ട് രാത്രിക്ക് മുമ്പായി 10 കോടി പേർ ഈ സ്നാനം ചെയ്യുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുകയും ചെയ്യുന്നത്. രാവിലെ ഉണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നേരത്തെ ഈ പോകുന്നതും വരുന്നതിനും ഒരേ ഭാഗമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു ഭാഗത്തൂടെ പോകാനും മറുഭാഗത്തൂടെ വരുന്നതിനുമൊക്കെ ഉള്ള സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുതരമായ പരിക്കേറ്റവരിൽ ചിലരെ ഈ ലക്നൌവിലേക്ക് എയർ ആംബുലൻസ് വഴി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമവും സർക്കാർ നടത്തുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമായിട്ടില്ല. പക്ഷേ നിലവിൽ അവിടെ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് എന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ ലക്നൌവിൽ ചേർന്ന്